ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഫ്രോക്കിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കളർ കൊടുത്തിട്ടുള്ളത് ഒരു ലൈറ്റ് ഗോൾഡൻ കളറും കുറച്ചൊരു ഡാർക്ക് ഗോൾഡൻ കളറും കൂടി വരുന്ന മെറ്റീരിയലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈസ് പറഞ്ഞാൽ 5yrbabyൻ്റെ 26 സൈസിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സ്കേർട്ട് പോർഷന് 17 ടോപ്പ് പോർഷന് 9 വരണം, ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത് 17 ഇഞ്ചിനേക്കാളും 1 ഇഞ്ചും കൂടെ കുറച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് വരുമ്പം 1.5 ഇഞ്ച് ഇറക്കം കുറയണം. അതുപോലെ ക്രേപ്പ് ലൈനിങ് സെയിം അളവ് തന്നെ കട്ട് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് കുറഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പീസും നമ്മൾ സെയിം ലൈനിങ്ങിൻ്റെ അളവ് തന്നെ, ക്രേപ്പ് ലൈനിങ്ങിൻ്റെ അളവ് തന്നെ കട്ട് ചെയ്യുക. 17 തന്നെ കട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതിൻ്റെ ഫസ്റ്റ് പീസ് 17.5-യിലുമാണ് കട്ട് ചെയ്യുന്നത്. 1/2 ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പ് പോയാലും കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് 17.5 തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ലെയർ നമ്മൾ പ്ലെയിൻ നെറ്റും താഴോട്ടുള്ള ലെയർ വർക്ക് പീസിലുമാണ് ചെയ്തിട്ടുള്ളത്. താഴോട്ടുള്ളത് 5.5 ഇഞ്ചും 6 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. താഴെ മടക്കി തയ്ച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 5 ഇഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. മുകളിലേത് അതിൻ്റെ ബാക്കിയായിട്ട് 12 ഇഞ്ചിലുമാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൊത്തം ലെങ്ത്ത് കറക്റ്റ് 26 സൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. യോക്ക് ലെങ്ത്ത് 9 കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള അളവാണ് എല്ലാം പറയുന്നത്. കട്ട് ചെയ്യുന്ന അളവ് 9 ആണെങ്കിൽ 10 ഇഞ്ചിൽ കട്ട് ചെയ്യണം യോക്ക് പീസ്. അപ്പോൾ ചെസ്റ്റ് അളവ് 12 ഇഞ്ചായിരുന്നു. വേസ്റ്റ് അളവ് 11.5 ഇഞ്ചുമാണ് കേട്ടോ വരുന്നത്. പിന്നെ അതിലൊരു കഫ്താൻ മോഡൽ ഒരു വർക്ക് പീസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് 8 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരേണ്ടത്. 9 ഇഞ്ചിൽ കട്ട് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 8 ഇഞ്ച് വരണം. 1/2 ഇഞ്ച് താഴെ 2 ഭാഗത്തും തയ്യൽത്തുമ്പ് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ബട്ടർഫ്ലൈ ഉണ്ടല്ലോ, അത് 2 സ്റ്റെപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ലെയർ 4.5-യും സെക്കൻഡ് ലെയർ 6-ലുമാണ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള അളവ്. അപ്പോൾ അത് ഡബിളായിട്ട് വരുമ്പോൾ എത്ര വേണം അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ബാക്കിലോട്ട് നമ്മൾ ആ ഒരു കഫ്താൻ വരുന്നുണ്ട് കേട്ടോ, കുറച്ച് ഇറങ്ങിയ മോഡലിൽ തന്നെ. മുകളിൽ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്ക് വശത്ത് 8 ഇഞ്ചിന് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വള്ളി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് സ്ലീവ് ലെസ്സായിട്ട് ചെയ്തിട്ട് കഫ്താനാണ് കേട്ടോ സ്ലീവായിട്ട് കിടക്കുന്നത്. അതുപോലെ ഇതിൻ്റെ നെക്ക് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ട്രാൻസ്പെറൻറ്റ് നെക്ക് തന്നെ ഒന്ന് കുടുങ്ങിയ ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഇഞ്ച് യോക്ക് വരുന്നിടത്ത് 3 ഇഞ്ച് വരുന്നുണ്ട്. അതിൽ ഡബിൾ 2 ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. 1.5 ഇഞ്ച് ട്രാൻസ്പെറൻറ്റ് നെക്കും 1.5 ഇഞ്ച് കറക്റ്റായിട്ടുള്ള ഷോൾഡറും. പിന്നെ നടുക്ക് കൊടുത്തിരിക്കുന്ന ബെൽറ്റ് നമ്മൾ 1.25 ഇഞ്ചാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരേണ്ടത്. അപ്പോൾ ഇതാണ് 2 ബട്ടർഫ്ലൈ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ താഴെയുള്ള ലേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെസ്റ്റ് പോർഷനിൽ നമ്മളൊരു ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കറക്റ്റ് മോഡൽ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് നമ്മൾ 28 സൈസ് ആണെന്നുണ്ടെങ്കിൽ യോക്ക് ഒരു 10 ഇഞ്ച് വരണം. 30 സൈസ് ആണെങ്കിൽ യോക്ക് 10 ഇഞ്ച് വരണം. അതിനനുസരിച്ച് താഴോട്ടുള്ള സ്കേർട്ട് പോർഷൻ്റെ അളവിൽ നമ്മൾ വ്യത്യാസം വരുത്താൻ മതി കേട്ടോ. അപ്പോൾ ലൈനിങ് എത്ര എന്നുള്ളതാണ് ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ ലൈനിങ് നമ്മൾ സ്കേർട്ട് പോർഷൻ എത്രയാണോ വരുന്നത് കറക്റ്റായിട്ട് പ്ലെയിൻ നെറ്റ് അതിന് അതേ അളവ് തന്നെ ലൈനിങ്ങും കൊടുക്കുക. അപ്പോൾ 20 ഇഞ്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 2 ഭാഗത്തും കൂടെ ബാക്കും മുൻവശത്തും കൂടെയുള്ള അളവ് 40 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1 മീറ്റർ ലൈനിങ് വേണ്ടി വരും. 20 ഇഞ്ച് സ്കേർട്ട് പോർഷൻ ഇട്ടോ, മൊത്തത്തിലല്ല. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ തീരാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം പറയുന്നതെന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് നെറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 5 മീറ്റർ നെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. വർക്ക് പീസ് നമ്മൾ 2.5 മീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കോട്ടൺ ലൈനിങ്ങും 1.5, ക്രേപ്പ് ലൈനിങ്ങും 1.5. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ.